പോയിട്ട് ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ. ഇപ്പോഴേ അമ്മയ്ക്ക് വിശക്കുന്നു. പെട്ടെന്നൊരു ചായ ഇട്ട് കൊടുക്കാം. ചോറിരിപ്പുണ്ട്. പിന്നെ ഒരു വിതയിട്ടോട്ട് മെഴുക്കോട്ട് വെക്കാനെ കൊണ്ട് ഞാൻ ചെത്തി വെച്ചു. ഇനിയും അതൊന്ന് മെഴുക്കോട്ട് വെക്കണം. പെട്ടെന്ന് നമുക്കൊരു പാലായിരിക്കുന്നത്. പാലിൻ്റെ അകത്തൊരു കാപ്പിപ്പൊടി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കിലുകിലുക്കുന്നതെന്ന് പറയുന്നത് അമ്മയ്ക്ക്. നെസ്കഫേയുടെ പൊടി ഇരിപ്പുണ്ട്. അത് ഇച്ചിരി പൊടിയിട്ട് വേഗം കൊടുക്കാം. കാച്ചിയ പാലാണ്. ഒന്ന് ചൂടായാലും മതി. ഇപ്പോഴത്തെ രാവിലത്തെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോയത്. പിന്നെ രാവിലെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് തീർത്തിട്ടാണ് പോയത്. പിന്നെ ഇച്ചിരി സ്വല്പം വെള്ളം കൂടെ ചേർത്ത് ഞാൻ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു കാപ്പി ഉണ്ടാക്കി കൊടുക്കട്ടെ. വന്നു കഴിഞ്ഞാൽ ചോറ് ചൂടാക്കാനായിട്ട് ഞാൻ വെച്ചു. ചോറ് ചൂടാകുന്നുണ്ട്, നന്നായിട്ട് ചൂടാകുന്നുണ്ട്. ഇപ്പോഴത്തേക്കിന് ഈ ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടി വയ്ക്കാം. സാമ്പാർ ഇരിപ്പുണ്ട്. ഇന്നും ഇവർക്ക് സാമ്പാറാണെന്ന് ഓർക്കും. കൂട്ടുകാരെ എനിക്ക് മിക്കവാറും സാമ്പാർ എളുപ്പ വഴി ക്രിയ ചെയ്യുകയാണ് എൻ്റെ പണി. കറി വെക്കാനൊക്കെ ഉണ്ടൊക്കെ മോരായാലും പടവലങ്ങ ആയാലും തക്കാളി ആയാലും എല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് സാമ്പാറാണ് ഇഷ്ടം. അതുകൊണ്ട് സാമ്പാറാണ് ഉണ്ടാക്കുക. ഇപ്പോഴേ ഇത് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. പിന്നെ പണികളുണ്ട്, ഇഷ്ടംപോലെ പണികളൊക്കെ ഉണ്ട്. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കിന് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അമ്മയ്ക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കട്ടെ. അമ്മ ഐസ്ക്രീം കുട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. നോക്കട്ടെ. ഇപ്പോഴേ അമ്മയുടെ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ പൊടി ഈ പൊടി ഇട്ടാലുണ്ടല്ലോ കഴിക്കും. ഇതിന് സ്വല്പം പൊടി ഇവിടെ വേണം. ഞാൻ എടുത്തോണ്ട് വരട്ടെ. ഒരു തരിയൂടിടാം. തരിയൂടിടുകയെന്ന് പറഞ്ഞാൽ കുടിക്കും. എല്ലാവരും എന്തുവേലും തിരുതി വെച്ച് എടുക്കുമ്പോൾ ഇങ്ങനെ കുളം വാങ്ങും പതിവുണ്ട്. ഒന്ന് ആർച്ച് കൊടുക്കാം. പിന്നെ അമ്മയ്ക്ക് ചായ കൊടുത്തിട്ട് വരട്ടെ. ചായയല്ല, കാപ്പി. ഇതിന് ശേഷം കാണാം. അമ്മേ കാപ്പി പിന്നെ മനസ്സിലായിട്ടുണ്ടോ അവർക്ക്? പിന്നെ വെളിയിലായിരുന്നു, അറിയത്തില്ലായിരുന്നു. അതെ. ഞാനും കുടിക്കുകയാണ്. അപ്പോഴേ നമ്മുടെ ബീറ്റ്റൂട്ട് ഒന്ന് അരിയ. ഇന്നത്തെ കല്യാണം എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു ചെറുക്കൻ്റെ ആയിരുന്നു. എൻ്റെ കുഞ്ഞിനാണെങ്കിൽ നല്ലൊരു ജോലി പോലും ആയില്ല. എന്തൊക്കെയുണ്ട് വേണമെന്നറിയാമോ എൻ്റെ കൊച്ചിന്? പക്ഷേ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരു കുടുംബമുണ്ട്.
പക്ഷെ അതാർക്കും വേണ്ട. ഇന്നത്തെ കാലത്തെ വലിയ ബംഗ്ലാവ്, പൈസ അങ്ങനെയൊക്കെ ഉള്ളത് മതി, അല്ലാത്തൊന്നും വേണ്ട. പോകട്ടെ, എന്തെങ്കിലും ദൈവം എൻ്റെ കൊച്ചിൻ്റെയും വിധി മാറ്റുമായിരിക്കും അല്ലേ. ഞാനെന്താ ഇങ്ങനെ സെൻറ്റിമെൻ്റലാണ്? ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. പാത്രങ്ങളെല്ലാം തേച്ച് മഴക്കി വെച്ചിട്ടായിരുന്നു പോയത്. ഇപ്പോഴേ ഒരു ചീടിച്ചട്ടി എടുക്കുകയാണ് ബ്രീറ്റ്യൂട്ട് മെഴുക്കുവരട്ടി വെക്കാനായിട്ട്. മുറ്റത്ത് കഴി വെച്ചൊരു ചീനിച്ചട്ടി എടുത്തു. സൂപ്പർ പാത്രങ്ങളൊന്നും ഇല്ല കൂട്ടുകാരെ, ഇതൊക്കെയുള്ളൂ. എണ്ണ ചൂടാകട്ടെ. ബീറ്റ്റൂട്ട് അരിഞ്ഞതും പച്ചമുളകും ഒരു സവാളയൂടെ അരിയണമല്ലോ. സവാള ഇവിടെ ഇരിപ്പുണ്ട്, അരിഞ്ഞിട്ട് പൊളിച്ച് വൃത്തിയാക്കിക്കൊണ്ട് വരാം. അപ്പോഴത്തേക്ക് എണ്ണയൊന്ന് ചൂടാകും. എണ്ണ ചൂടായിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് സവാള അരിഞ്ഞിട്ട് വെക്കാം. ഇതാണ് സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം. സവാള ഒന്ന് വഴണ്ട് വരണം. ഇപ്പോഴേ കൂട്ടുകാരെ ഞാനങ്ങ് ഇച്ചിരി താമസിച്ച് പോയി. കല്യാണത്തിന് പോയി ആ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണെങ്കിൽ 2-3 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവർക്ക് കൊണ്ടത് കൊടുക്കണമായിരുന്നു ചോറും. അതിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നില്ല. അതെടുക്കാൻ പോയെടുത്ത് കുറച്ച് നേരം നിന്നു താമസിച്ചു പോയി. പിന്നെ അപ്പോഴത്തേനും ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് വിശക്കുന്നു. ഈ വഴന്ന സവാളയിലേക്ക് ബ്രീറ്റ്യൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് സാവധാനം കേകട്ടെ. പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയും നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ഇത്തിരി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഉപ്പ് എടുത്തുണ്ടാകട്ടെ. ഇപ്പോഴേ ഒരടപ്പെടുത്ത് അടയ്ക്കാം. ചെറിയ തീയാക്കി വെക്കാം. അപ്പം സാവധാനം ഇരുന്ന് വേകട്ടെ.
സാമ്പാറായിരുന്നേ. ഇപ്പൊ സ്വല്പം വെള്ളമയം കൂടെ ചേർത്ത് ഇപ്പൊ കൊഴുത്തിരിക്കുകയാണ്. വെള്ളമയം കൂടെ അമ്മയ്ക്കൊക്കെ ചോറ് കൊടുത്തു, അപ്പൊ ആ സാമ്പാർ ഒഴിച്ച് കൊടുത്തു. അപ്പൊ ഇനി ഇത് ചൂടാക്കി വെക്കാം. വൈകിട്ട് ചോറ് വെക്കില്ല, ദോശയുണ്ട് ഉണ്ടാക്കാൻ, അതുണ്ടാക്കാം. റബ്ബർ റോളറിൽ എണ്ണ ഇടാൻ പോവുകയാണ്. 2 വർഷമായി എണ്ണ ഇട്ടിട്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ഒന്നും വെട്ടിയില്ലായിരുന്നു. ഈ വർഷം ഇപ്പോഴാണ് വെട്ട് തുടങ്ങിയത്. അപ്പം ഷീറ്റൊന്നും ആക്കിയിട്ടില്ല, പുട്ടുപാല് തന്നെയാണ്. അപ്പം ഞാൻ മെഷീനിലിടാൻ ഓയിൽ നോക്കിയപ്പോൾ തീർന്നു പോയായിരുന്നു. അപ്പം മേടിച്ചതാണ്. പൊട്ടിച്ച് സ്വല്പം ആ ഓയിലിടുന്ന ടിന്നിലിടാൻ അതെനിക്ക് അറിയത്തില്ല ഇടാൻ. ഞാൻ ഇതിൻ്റെ അകത്തിടുക. ഓയിലിടുന്ന ആ ഒരു എന്തുവാ ഒരു പാത്രമുണ്ട്, ഓയിൽ ക്യാൻ. ഇനി അതിലിടാൻ എനിക്കറിയില്ല. അപ്പം ഞാൻ മിഷ്യനയിലിടുന്ന ഈ കുപ്പിയിൽ ആക്കിയിട്ട് ഇടാൻ പോവുകയാണ്. മണ്ണെണ്ണയുടെ മണം. ഇതാണ് റബ്ബർ റോളറ്. ഇത് ഷീറ്റ് ആദ്യം അടിക്കുന്നത്. ആദ്യമേ വെച്ച് ഇതിൽ 3-4 പ്രാവശ്യം ഷീറ്റ് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് പരന്ന് വരും. അത് കഴിഞ്ഞിട്ട് അച്ചടിക്കുന്നത് വേറെ മെഷീനിലാണ്. ഇത് പ്ലെയിൻ മെഷീനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓയിലിട്ട് കൊടുക്കാം. അതായത് ഈ കാണുന്നത് പല്ലെന്ന് പറയും. ഇതിൻ്റെ ഓരോ വെട്ടിലും നമുക്ക് ഓയിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ നടുക്കും ഇട്ട് കൊടുക്കണം. നടുക്ക് ഇങ്ങനെ വെട്ടുണ്ട്, ആ നടുഭാഗത്തും ഇട്ട് കൊടുക്കണം. ഇങ്ങനെ വട്ടത്തിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇവിടെ ഒരു പല്ലുണ്ട്, ഈ പല്ലയിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ ഞാൻ ഈ മെഷീനൊന്ന് കറക്കി വിടുകയാണ്. കറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ താഴത്തെ ഈ പല്ലേൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴേ ഇതിന് ഹോളുണ്ട്, ചെറിയ ഹോള് ഉണ്ട്, വെട്ടമില്ല ഇവിടെ. അതുകൊണ്ട് ഈ ഹോളിൽ നമുക്ക് തയ്യൽ മെഷീനിലൊക്കെ എണ്ണ ഇട്ട് കൊടുക്കത്തില്ലേ, അതേമാതിരി ഈ ഹോളിൽ എണ്ണ ഇട്ട് കൊടുക്കുക. അതുപോലെ ഇവിടെയൊക്കെ എണ്ണ ഇട്ട് കൊടുക്കണം, ഈ ഭാഗത്തും. പിന്നെ ഞാൻ ഓയിലിട്ട് കൊടുത്തിട്ട് നമുക്കിനിയും കാണാം. ഈ മിഷ്യൻ്റെ ചാടിൻ്റെ അവിടെ ഒരാണിയുണ്ട്, ആണിയുടെ അകത്ത് ഒക്കെ ഇട്ട് കൊടുക്കണം. ഇവിടൊക്കെ ആണിയും കാര്യങ്ങളും ഉണ്ടോ ആ ഭാഗമെല്ലാം ഇട്ട് കൊടുക്കുക. കുറേ നാളായി എണ്ണ ഇട്ട് കൊടുത്തിട്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കിഴുത്തയുണ്ട്. ഈ കിഴുത്ത ഭാഗങ്ങളൊക്കെ നോക്കി
അതിൽ എണ്ണ ഇട്ട് കൊടുക്കാം. അപ്പോഴേ ഞാൻ ഈ മെഷീനിൽ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴേ നമുക്കിതൊന്ന് കറക്കി വിടാം. കറക്കി ഒരു വശത്തോട്ട് തന്നെയല്ലേ മറുവശത്തോട്ടും കറക്കാം. ഇപ്പൊ ഈ മെഷീൻ വേണമെങ്കിൽ 1,00,000 രൂപ വേണം. ഇത് വലിയ റോളറാണ്. ഇത് ഫുൾ സൈസ് ഡോളറാണ്. ഡോളർ അല്ല, റോളർ. തെറ്റിപ്പോയതാ കേട്ടോ കൂട്ടുകാരെ, ക്ഷമിക്കും. ഇതേ ആപത്താണ് കേട്ടോ. ഞാൻ ആ ചെയ്തത് ഇപ്പം കാണിച്ചത് ആരും ചെയ്യരുത്. ഷാളൊന്നും ഇട്ടുകൊണ്ട് കറക്കാൻ പോകരുത്. സംഗതി ഇതേ കുരുങ്ങി നമ്മൾ ഈ ലോകത്ത് ഇത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊന്നും ചെയ്യരുത്. ഞാൻ അറിയാതെ ഷാൾ ഇട്ടുകൊണ്ട് വന്നതാണ്. അതുപോലെ ഈ റോളറിൻ്റെ അകത്ത് കൈയുടെ വിരലോ കാര്യമോ പോകരുത്. നമുക്ക് പിന്നെ നമ്മുടെ കൈപ്പത്തി നഷ്ടപ്പെടും. അങ്ങനെ പല ആപത്തനർത്ഥങ്ങളും ഉണ്ടാകും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട മെഷീനാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എണ്ണ ഇട്ട് കൊടുത്തു. അതുപോലെ അച്ചു പതിക്കുന്ന മെഷീനിലും എണ്ണ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനിയും അച്ചു പതിക്കുന്ന മെഷീനിലും എണ്ണയിട്ട് കൊടുക്കാം. ഇത് അച്ചു പതിക്കുന്ന മെഷീനാണ്. അതായത് ഈ വെട്ടുകളുണ്ടല്ലോ, പ്ലെയിൻ ഷീറ്റായിട്ട് നമ്മൾ അടിക്കും. അതിനുശേഷം ഈ വെട്ടുകൾ ഓരോന്നും പിന്നെ ലാസ്റ്റിൽ വെക്കുന്നത് വഴിയായിട്ട് ഈ വെട്ടുകൾ ആ ഷീറ്റിൽ വന്ന് വീഴും. ഇപ്പോഴേ ഇതിലും നമുക്ക് എണ്ണയില്ല, എണ്ണയിട്ട് കൊടുക്കും. എണ്ണ ഇട്ടിട്ട് കുറച്ച് നാളുകളായി നമുക്ക് ഇതിന് എണ്ണ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതേണ്ട ഈ കാണുന്നില്ലേ, ഈ ഭാഗമെല്ലാം എണ്ണയിട്ട് ഇതിൻ്റെ ആണികളിലെല്ലാം എണ്ണയിട്ട് കൊടുക്കണം. ഓരോ ഇതിലും എണ്ണയിട്ട് കൊടുക്കാം. അതുപോലെ ഇവിടെ ഒരു കിഴുത്തയുണ്ട്. കിഴുത്തക്കകത്തും എണ്ണ നമുക്ക് ഒഴിക്കാം. അതുപോലെ ഇവിടെയുണ്ട്. ഈ പല്ലുകളിലൊക്കെ ഇട്ട് കൊടുക്കാം. പല്ലുകളെ ഇവിടൊക്കെ പല്ലുകളുണ്ട്, ഇതിലൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ചാടയിൽ ഒക്കെ ഇട്ട് കൊടുക്കണം. കുറേ കൂടെ എണ്ണ വേണം, ഒന്നുകൂടെ ശരിയായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ശക്തിയായിട്ട് കരക്കി വിടുക, എണ്ണ എല്ലായിടത്തും നന്നായി പരക്കാനായിട്ട്.
ഇതിൻ്റെ കീഴിൽ കൈ വെച്ചാൽ കൈ പോകും. സൂക്ഷിച്ച് കൈകൾ ഒക്കെ ഷീറ്റ് വെക്കുമ്പോൾ കൈകാര്യം ചെയ്യണം. ഇപ്പോഴും ഇവിടെയൊക്കെ എണ്ണയിട്ട് കൊടുക്കാം. നമുക്ക് വേറെ ഉണ്ട് എണ്ണ ഇടുന്ന ഒരു സാധനമുണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് എനിക്ക് എണ്ണ ഇടാനൊക്കെ ഉണ്ട് അത് അത്രമാത്രം അറിയില്ല, അതുകൊണ്ട് ഞാനത് ഒഴിച്ചില്ല. അതായത് ഇതേണ്ട ഈ ഒരു സാധനം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഞെക്കി 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 ഇങ്ങനെ ഒഴിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ച ഒരു ടിൻ ഓയിലായിരുന്നു, തീർന്നു പോയി. ഇതിൻ്റെ ഈ ജോയിൻറ്റിലൊക്കെ ഇട്ട് കൊടുക്കാം എണ്ണ. ഈ ആണിയുണ്ട്, ഇതിൽ ആണിയൊക്കെ ഇവിടെ ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനിയും ഈ റോളറിൻ്റെ ഈ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതൊന്നുകൂടെ ഞാനൊന്ന് കറക്കി വിടട്ടെ. എണ്ണ എല്ലായിടത്തും ഒന്ന് അതുപോലെ തന്നെ വലത്തോട്ട് കറക്കുന്നത് പോലെ തന്നെ ഇടത്തോട്ടും ഒന്ന് കറക്കി വിടാം. അപ്പോഴേ ഏകദേശമൊക്കെ എണ്ണ ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ട് കൊടുത്തു. ഇത് എൻ്റെ ഫാദർ മേടിച്ച മെഷീനാണ്. ഫാദർ മരിച്ചു പോയിട്ട് 10 വർഷം, 2009 സെപ്റ്റംബർ 17 മരിച്ചതാണ്. അപ്പോഴേ എത്ര കൊല്ലമായി? അപ്പം 2010, 10, 20, 26. അപ്പോൾ അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 16 കൊല്ലം കഴിഞ്ഞു. 16-17 കൊല്ലത്തോളമായി മരിച്ചിട്ട്. 10-17 കൊല്ലത്തിനും മുമ്പുള്ള മെഷീനാണ് അത്. ഏകദേശം ഒരു 20 വർഷത്തോളം പഴക്കമായ മെഷീനാണ് ഇത്. എന്നിട്ട് എൻ്റെ അപ്പനായിരുന്നു ഇതേലെ ഷീറ്റ് അടിച്ചുകൊണ്ടിരുന്നത്. ആ മെഷീന് കളയാതെ സൂക്ഷിക്കണ്ടേ? ഇപ്പം വേണമെങ്കിൽ ഇതിന് 1 ലക്ഷം രൂപ വേണം ഈ മെഷീന്. കളയാൻ പറ്റുമോ? ഇപ്പോഴും മെഷീനിലെണ്ണ ഞാൻ ഇട്ടു. ഈ വർഷം ഇതിന് പെയിൻ്റ് അടിക്കണം. പെയിൻറ്റ് വാങ്ങിച്ചതേ ഇരിപ്പുണ്ട്. അപ്പം ഈ വർഷം ഇതിന് പെയിൻ്റ് അടിക്കണം. ആ റബ്ബർ റോളറെ കൂടെ ഞാനങ്ങ് ബാക്കിയുള്ള ഓയിൽ റബ്ബർ റോളറെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. റബ്ബർ റോളറെ വേണോ അറിയില്ല കേട്ടോ, എനിക്കറിയില്ല വേണോന്ന്. ഞാൻ അറിയാവുന്ന ആരോടെങ്കിലും അത് ചോദിച്ചിട്ട് ഇട്ട് കൊടുക്കുക, അതാണ് നല്ലത്. എന്നാലും ഒരു മയമായിട്ട് ഇരിക്കട്ടെന്നും വെച്ച് ഒന്ന് തൂത്തെടുത്തു റബ്ബർ റോളർ. എനിക്ക് തോന്നുന്നു അതേലും ഒന്ന് ഇട്ടാൽ കുഴപ്പമില്ല. നമുക്കിതേലും സ്വല്പം ഇട്ട് ഒരു 4 തുള്ളി ഇട്ട് ഒന്ന് തൂത്ത് കൊടുക്കാം കൈ കൊണ്ടൊന്ന്. ഈ പൂപ്പെല്ലാം ഒന്ന് പോകുന്നല്ലോ. മറുപുറത്തും ഒന്ന് തൂത്ത് കൊടുക്കാം. ഇട്ടൊന്നുകൂടൊന്ന്. ഇപ്പോഴേ കൂട്ടുകാരെ മെഷീനിലൊക്കെ ഓയിലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ ഇരിക്കുകയാണ്, കാറ്റ് കൊള്ളുകയാണ്. കണ്ടോ, കാറ്റല്ല, കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വീട്ടിലോട്ടാണ് പോകാം. കുഞ്ഞ് മീനുണ്ട്, അതിന് തീറ്റ കൊടുക്കണം. പിന്നെ കുറച്ച് ഒട്ടുകറിയുണ്ട്, അതൊന്ന് പുകപ്പുരയിലിട്ട് പുകയ്ക്കണം. അങ്ങനെ കുറച്ച് ജോലികളുണ്ട് ഇവിടെ. അതോടെ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഇപ്പോഴേ
ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അങ്ങ് നിർത്തിയാലോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇതെന്താണെന്നറിയാമോ? കരിനൊച്ചി. തലമുടി വളരാനും തലയിലുള്ള എല്ലാ അസുഖങ്ങൾക്കും വേദമൊക്കെ ഇടാനൊക്കെ ഈ ഇല പറിച്ച്, ഇതിൻ്റെ ഇല ഔഷധ ഗുണമുള്ള ഇലയാണ് കേട്ടോ. പറിച്ച് ഉപയോഗിക്കുന്നുണ്ട് ഓരോരുത്തർ. അപ്പം നമ്മുടെ കരിനൊച്ചി ഇല. അപ്പോഴേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ. ഇനി നമ്മുടെ വാഴക്കുഞ്ഞുങ്ങൾക്ക് വെള്ളം കോരണം. കണ്ടോ, നമ്മുടെ വാഴക്കുഞ്ഞുങ്ങൾ ഇത്രയായി. അപ്പോഴേ ഈ അടുത്ത വീഡിയോയിൽ കാണാം. അല്ലേ ഒരുപാട് ലെങ്തായി പോകും വീഡിയോയ്ക്ക്. അപ്പോഴേ ഇന്നത്തേക്ക് വിടാം.